തരുവാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തോട് നമുക്ക് ചോദിക്കാം, പ്രായവ്യത്യാസമില്ല, നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം നമുക്ക്. ഇന്ന് പലരും ആഗ്രഹങ്ങളുടെ തടവറയിൽ കിടക്കുക. പല യൂത്തുകളും ആഗ്രഹങ്ങളുടെ തടവറയിലാണ്. ആഗ്രഹമുണ്ട്, പക്ഷെ പ്രവർത്തിക്കുകയില്ല. അധ്വാനിക്കാത്തത് കൊണ്ട് അവർ തടവറയിൽ കിടക്കുക. എന്നിട്ട് ലക്ഷ്യമില്ലാതെ എന്തൊക്കെയോ പഠിക്കുകയോ ചെയ്യുകയോ ചെയ്യും. അത് പരീക്ഷ ടെസ്റ്റ് ചെയ്യും. അത് ചെയ്താൽ ഇത് ചെയ്താൽ ഇങ്ങനെ പഠിച്ചാൽ അങ്ങനെ ഇരുന്നാലെന്ന്. അങ്ങനെയല്ല. ലക്ഷ്യബോധത്തോട് നമ്മൾ ആഗ്രഹങ്ങളുടെ തടവറയിൽ നിന്ന് അധ്വാനത്തിലേക്ക് വരണം. ശ്രീജ ആഗ്രഹം എഴുതി വെച്ചു. അതിനുവേണ്ടി ആ മകൾ അധ്വാനിച്ചു. സഞ്ജു സാംസൺ ഒറ്റ നിമിഷം കൊണ്ട് ആമേ പൊങ്ങി വന്നവർ ക്രിക്കറ്ററല്ല. പിന്നെയോ ആമേ ആദ്യകാല 3 മണിക്കൊക്കെയാണ് അതൽസൊക്കെ ട്രെയിനിങ്ങിന് ഇറങ്ങുന്നത്. വെളുപ്പിന് 3 മണിക്ക്. അവരെ കഠിനാധ്വാനം, അവരുടെ സമർപ്പണം, ഡെഡിക്കേഷൻ, പ്രിപ്പറേഷൻ, ഇൻട്രസ്റ്റ് ആണ് ഓരോ വ്യക്തികളെയും ആമേൻ ഉയർത്തുന്നത്. നമ്മളെല്ലാവരും ഓരോ കഴിവുകളുള്ളവരാണ്. പ്രത്യേക താരതമ്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ അതിലേക്ക് നമ്മൾ ലക്ഷ്യം വെച്ച് ആമേൻ സാഹചര്യം അനുകൂലമായിട്ട് നമുക്ക് ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാം, ലക്ഷ്യത്തിലെത്താമെന്ന് ആരും വിചാരിക്കരുത്. ആമേൻ സാധാരണ പറയാറുണ്ട്, ഓളം നിന്നിട്ട് കപ്പലിറക്കാമെന്നല്ല. ഇളകി മറിയുന്ന കടലിലേക്ക് കപ്പലിനെ ഇറക്കി യാത്ര ചെയ്യുന്നവനാണ് ശരിയായ നാവികൻ. കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട ദൈവസഭയെ, ആമേ നമുക്കൊരു ലക്ഷ്യം വേണം. ആമേ ഹല്ലേലൂയ. നിങ്ങൾക്ക് നല്ല ഒരു ജോലി വേണമെങ്കിൽ ആ ജോലി നിങ്ങൾ മനസ്സിൽ കാണണം. നിങ്ങൾക്ക് നല്ലൊരു ഡിഗ്രി വേണമെങ്കിൽ ആ ഡിഗ്രി മനസ്സിൽ കണ്ട് എഴുതി വെക്കണം. ഇവിടുന്ന് IFS, IAS, IPS ആമേൻ ഉയർത്തുവാൻ ദൈവത്തിന് സാധിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഡിഗ്രി വരെ പോയാൽ പിന്നെ സിവിൽ സർവീസിന് UTS അതിന് പഠിച്ചോളണം. ഈ സഭയിൽ നിന്ന് ആമേൻ ഒരു IAS ആരെങ്കിലും IAS കാര്യമെങ്കിലും ഉണ്ടാകണം. ആമേൻ സ്തോത്രം. നമ്മുടെ തലമുറയിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ ലോകത്തെ കീഴടക്കുന്ന മഹാന്മാരും മഹതികളും ഉണ്ടാകണം. സ്തോത്രം. മാത്രമല്ല, സ്വപ്നങ്ങൾ കണ്ടാൽ പോരാ, അതിലേക്ക് നമ്മൾ ബന്ധപ്പെട്ടു വരണം. അതിനിടയ്ക്ക് പ്രതിസന്ധികളുണ്ടാകും. യോസേഫിനെ പോലെ സ്വപ്നം കണ്ടു, എന്നാൽ പ്രതിസന്ധികളുടെ മുകളിൽ പ്രതിസന്ധികൾ. അവിടെ ഒന്നും അവൻ പതറിപ്പോയില്ല, പരാജയപ്പെട്ടു പോയില്ല. ആമേൻ. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. സ്വപ്നം കാണുന്നവരുടെ കൂടെ കർത്താവ് ഉണ്ടാകും. ദാനിയേലിനെ പറ്റി പറയുമ്പോൾ 6-ാം അധ്യായത്തിൽ പറയുന്നു, യു വാസ് ഫിൽഡ് വിത്ത് ആൻ എക്സലന്റ് സ്പിരിറ്റ്. ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നു കൊണ്ട് അടിമയായിട്ട് പിടിച്ചുകൊണ്ടുപോകപ്പെട്ടവനാ. പക്ഷേ ആമേൻ അവൻ എക്സലന്റ് പ്രത്യക്ഷമായ ആത്മാവിനാൽ അവൻ നയിക്കപ്പെട്ടത് കൊണ്ട്, അഥവാ കർത്താവിനോട് കൂടെ, കർത്താവിൻ്റെ ആത്മാവ് അവനോട് കൂടെ വസിച്ചത് കൊണ്ട് അവൻ രാജ്യത്തിൽ 3-ാമനായി വിളങ്ങുവാനിടയായി. ആമേൻ. 3-ാമനിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് 120 സംസ്ഥാനങ്ങളിലെ കണക്കുകൾ ബോധിപ്പിക്കുവാൻ തക്കവണ്ണം ആമേൻ സ്തോത്രം അവന് മുതൽ 1-ാമനായി തീരുവാനിടയായി. എത്ര തിരക്കേറിയ വ്യക്തിയാണെങ്കിലും ദാനിയേൽ സ്തോത്രം നമുക്കറിയാം. ഒരു ചെറിയ വിഷയമൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ എന്തുമാത്രം വെപ്രാളപ്പെടാറുണ്ട്. ആമേൻ. എന്നാൽ അന്ന് ലോകത്തിൽ കണ്ട 120 സംസ്ഥാന ലോകം മൊത്തമുള്ള കണക്കുകളാണ് ആമേൻ രാജാവിൻ്റെ സന്നിധി സമർപ്പിക്കേണ്ടത്. അപ്പോൾ എത്ര ആമേൻ ഹാർഡ് വർക്ക് ചെയ്തൊരു വ്യക്തിയായിരുന്നു ദാനിയേൽ. ആമേൻ. ആ ദാനിയേൽ അത്ര ഉത്തരവാദപ്പെട്ട ജോലി കൃത്യമായിട്ട് ചെയ്യുമ്പോഴും ദിവസം 3 നേരം ആമേൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു.
ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ആഗ്രഹത്തിൻ്റെ തടവറയിൽ കിടന്ന് നശിക്കുവാനുള്ളവരല്ല നമ്മൾ. ആഗ്രഹത്തെ അധ്വാനിച്ച് കരസ്ഥമാക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഹല്ലേലൂയ അത് കർത്താവ് നമ്മോട് കൂടെയിരിക്കും. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറിയാൽ ദൈവമക്കളെ, കർത്താവിൻ്റെ വചനം സത്യമാണ്. നിന്നെ ഞാൻ വാലല്ല തലയാക്കും, കീഴാക്കാമൻ മേലാക്കും. സ്തോത്രം. മാത്രമല്ല നമ്മുടെ സ്വപ്നം ഈ ലോകത്തോടു കൂടെ തീരുന്ന സ്വപ്നമല്ല. നല്ലൊരു ക്രിക്കറ്റ് താരമോ IAS കാരനോ IPS കാരോ ആയിത്തീരുന്ന ഈ ലോകത്തോടു കൂടെ തീരുന്ന സ്വപ്നമല്ല. നമ്മുടെ സ്വപ്നം സ്വർഗത്തിൽ നമ്മളെ എത്തിക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. കർത്താവ് വരാൻ സമയമായി. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും അത് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. യഹൂദനാകുന്ന അത്തി തളർത്തു മക്കളെ. ഹല്ലേലൂയ. വേനലടുത്തു മക്കളെ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കർത്താവിനോട് കൂടെ നിത്യതയിൽ വാഴുന്ന ജീവിക്കുന്ന ദർശനം കാണണം, സ്വപ്നം കാണണം. കർത്താവിനോട് കൂടെ പന്തിലിരിക്കുന്ന സ്വപ്നം കാണണം. ഇന്ന് കേട്ടതുപോലെ കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ നിത്യഭവനത്തിൽ വാസം ചെയ്യുന്നത് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുകയും ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹല്ലേലൂയ ആ കൃപ അനുഭവിച്ചുകൊണ്ട് എവിടെയും സ്തോത്രം കർത്താവിനെ സാക്ഷിക്കുവാനും സാക്ഷിയായിരിക്കാനും ഹല്ലേലൂയ നല്ല നിലവാരത്തിൽ ജീവിക്കുവാനും. കഷ്ടം എന്ന് പറഞ്ഞാൽ കഷ്ടതയില്ലെന്നല്ല പറഞ്ഞത്. നമ്മുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. കർത്താവ് നമ്മൾക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങളെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണം. അതിനായിട്ട് അധ്വാനിക്കണം, പ്രാർത്ഥിക്കണം. ഏറ്റവും അവസാനം നമുക്ക് സ്വർഗരാജ്യത്തിൽ കർത്താവിനോട് കൂടെ ആയിരിക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം.